ഹായ് ഗൈസ്, നമ്മൾ ഇന്ന് നിൽക്കുന്നത് ആഗ്രയിലാണ്. ഹിസ്റ്ററി ക്ലാസ്സുകളിൽ കേട്ടിട്ടുള്ള അക്ബറും ബാബറും ജീവിച്ചിരുന്ന മണ്ണ്. ഷാജഹാന്റെയും മുംതാസിന്റെയും പ്രണയവും വിരഹവും അങ്ങനെ ഒരുപാട് കഥകൾ പറയാനുണ്ട് ഈ നഗരത്തിന്. ഇന്നത്തെ ആദ്യ യാത്ര ആഗ്ര ഫോർട്ടിലേക്കാണ്. ഇന്നലെ തന്നെ ടിക്കറ്റ് ഓൺലൈനിൽ ബുക്ക് ചെയ്തതുകൊണ്ട് മറ്റു ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായില്ല. 16ാം സെഞ്ചുറിയിൽ അക്ബർ പണികഴിപ്പിച്ച ഈ ഫോർട്ട് ഇപ്പോൾ ഒരു യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റുകളിൽ ഒന്നാണ്. ചെങ്കല്ല് കൊണ്ട് പണിത ഈ കോട്ട പിന്നീട് ഷാജഹാൻ വൈറ്റ് മാർബിൾ ആഡ് ചെയ്ത് പല മാറ്റങ്ങളും കൊണ്ടുവന്നു. പ്രധാന കവാടമായ അമർസിംഗ് ഗേറ്റ് കടന്നു വേണം കോട്ടയിലേക്ക് എത്താൻ. ഈ കവാടം നേർരേഖയിലല്ലാതെ അല്പം ചെരിഞ്ഞാണ് നിർമ്മിച്ചിരിക്കുന്നത്. അത് ശത്രുക്കൾ കുതിരപ്പടയുമായി നേരിട്ട് ആക്രമിക്കുന്നത് തടയുന്നു. കോട്ടയുടെ സുരക്ഷയ്ക്കായി കവാടങ്ങൾക്ക് ഇരുവശത്തും ഉയരം കൂടിയ ഗോപുരങ്ങളും പണിതിരിക്കുന്നു. മുഗൾ ശൈലിയിൽ കൃത്യമായ അളവോടുകൂടിയാണ് ഈ കോട്ട നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെയൊക്കെ മുൻപ് ഒരുപാട് മുന്തിരിത്തോപ്പുകൾ ഉണ്ടായിരുന്നെന്നാണ് പറയപ്പെടുന്നത്. ഷാജഹാൻ ചക്രവർത്തി നിർമ്മിച്ച ദിവാനിയാം പൊതുജനങ്ങളെ കാണാനും അവരുടെ പരാതി കേൾക്കാനും ഉപയോഗിച്ചിരുന്ന സ്ഥലമാണ്. ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായ കോൾവിന്റെ ശവക്കല്ലറയാണിത്. സ്വാതന്ത്ര്യ സമരകാലത്ത് 1857 കോട്ടയ്ക്കുള്ളിൽ അഭയം പ്രാപിച്ച കോൾവിൻ കോളറ ബാധിച്ച് മരണപ്പെടുകയും ശവശരീരം പുറത്തു കൊണ്ടുപോവാനാവാതെ ഇവിടെ തന്നെ അടക്കം ചെയ്യുകയും ചെയ്തു. പണ്ടിവിടെ മനോഹരമായ കുളങ്ങളും മത്സ്യങ്ങളും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇതിനെ മച്ചി ഭവൻ എന്നറിയപ്പെടുന്നത്. ഷാജഹാനെ തന്റെ മകൻ ഔറംഗസീബ് തടവിലാക്കിയത് ഇവിടെയാണ്. ഇവിടെ നിന്ന് നോക്കിയാൽ താജ്മഹൽ അങ്ങ് ദൂരെ കാണാം. മൂടൽ മഞ്ഞായത് കാരണം ഞങ്ങൾക്ക് വ്യക്തമായി കാണാൻ സാധിച്ചില്ല. ജഹാംഗീരി മഹൽ എന്നാണ് ഈ സ്ഥലത്തിന് അറിയപ്പെടുന്നത്. അക്ബർ ചക്രവർത്തി തന്റെ മകൻ ജഹാംഗീറിന് വേണ്ടിയാണ് ഈ കൊട്ടാരം നിർമ്മിച്ചിരിക്കുന്നത്. ഒറ്റക്കല്ലിൽ നിർമ്മിച്ച ജഹാംഗീർ ചക്രവർത്തിയുടെ ബാത്ടബാണിത്. ഇതിനു ചുറ്റിലും പേർഷ്യൻ ഭാഷയിൽ ലിഖിതങ്ങൾ ആലേഖനം ചെയ്തിട്ടുണ്ട്. ആഗ്ര ഫോർട്ടിൽ നിന്നും 2 കിലോമീറ്റർ മാത്രമേ താജ്മഹലിലേക്കുള്ളൂ. ഇന്ന് തന്നെ ആഗ്രയിൽ നിന്ന് മടങ്ങേണ്ടതുകൊണ്ട് ഞങ്ങൾക്ക് അധിക സമയം ആഗ്ര ഫോർട്ടിൽ ചെലവഴിക്കാൻ സാധിച്ചില്ല.